ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. കർഷകർ രാഷ്ട്രനിർമ്മാണത്തിന്റെ സുപ്രധാന ഭാഗമാണെന്നും രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയിൽ നിർണായക പങ്കാണ് കർഷകർക്കുള്ളതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ കേന്ദ്ര സഹമന്ത്രി എൽ മുരുകന്റെ വസതിയിൽ സംഘടിപ്പിച്ച പൊങ്കൽ ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കർഷകരെ ശാക്തീകരിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ് സംസ്കാരത്തിന് പ്രകൃതിയുമായുള്ള ബന്ധത്തിന്റെ ആഘോഷമാണ് പൊങ്കലെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. സൈനികരുടെ അചഞ്ചലമായ ധൈര്യം ഓരോ ഇന്ത്യക്കാരനും പ്രചോദനം പകരുന്നതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. സായുധ സേന വെറ്ററൻസ് ദിനത്തിൽ ആശംസകൾ അർപ്പിക്കുകയായിരുന്നു രാഷ്ട്രപതി. വിമുക്ത ഭടന്മാരുടെ സേവനങ്ങൾ അനുസ്മരിക്കുന്നതിനൊപ്പം ആവശ്യമായ പിന്തുണ അവർക്ക് ഉറപ്പു നൽകാനും വെറ്ററൻസ് ദിനം അവസരം നൽകുന്നതായി രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വിമുക്ത ഭടന്മാർ നൽകിയ സേവനം രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാന ശിലയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ന്യൂഡൽഹിയിൽ സായുധ സേന വെറ്ററൻസ് ദിനാഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് പദ്ധതിയുടെ പുതുക്കിയ മാർഗരേഖയ്ക്ക് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. നൈപുണ്യ വികസനത്തിലൂടെ യുവാക്കളുടെ തൊഴിൽ സാധ്യത മെച്ചപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. അപേക്ഷകരുടെ കുടുംബ വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല. കേരളത്തിൽ സ്ഥിരതാമസക്കാരായ 18-നും 30-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അപേക്ഷിക്കാൻ അവസരം. അർഹരായ ആദ്യത്തെ 5 ലക്ഷം പേർക്ക് ഇതിലൂടെ സ്കോളർഷിപ്പ് നൽകും. പ്രതിമാസം 1000 രൂപ വീതം 12 മാസത്തേക്കാണ് സ്കോളർഷിപ്പ് അനുവദിക്കുക. 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനം ഈ മാസം 20-ന് ആരംഭിക്കുമെന്ന് സ്പീക്കർ എൻ ഷംസീർ. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സഭാ സമ്മേളനം ആരംഭിക്കുക. ഈ മാസം 29-ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കും. മാർച്ച് 26 വരെ 32 ദിവസമാണ് സഭ സമ്മേളിക്കുക. ഫെബ്രുവരി 6 മുതൽ 22 വരെയുള്ള കാലയളവിൽ സഭ ചേരുന്നതല്ല. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തൃശൂരിൽ തുടക്കമായി. തേക്കിൻകാട് മൈതാനിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്തു. കലാമേളകളിൽ പങ്കാളിത്തത്തിനാണ് പ്രാധാന്യമെന്നും മത്സരം ഒരാളുടെയും കഴിവിന്റെ ആത്യന്തികമായ അളവുകോലല്ല എന്നും മുഖ്യമന്ത്രി ചടങ്ങിൽ പറഞ്ഞു. ഈ മാസം 18 വരെ നീളുന്ന കൗമാര കലാമേളയിൽ 25 വേദികളിലായി 15,000-ലേറെ പ്രതിഭകളാണ് മാറ്റുരയ്ക്കുന്നത്. മകരവിളക്കിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഭക്തിസാന്ദ്രമായി ശബരിമല സന്നിധാനം. മകര സംക്രമ പൂജ അല്പസമയത്തിനകം നടക്കും. 6:30-നാണ് അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണങ്ങൾ ചാർത്തിയുള്ള മഹാദീപാരാധന. മകരജ്യോതി ദർശനവും തുടർന്ന് നടക്കും. തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പന്റെ പുണ്യദർശനത്തിനായി ഭക്തർ ഒരേ മനസ്സോടെ കാത്തിരിക്കുകയാണ്. ആകാശവാണിയിൽ വൈകുന്നേരം 5:30 മുതൽ മകരവിളക്കിന്റെ ദൃക്സാക്ഷി വിവരണം ഉണ്ടായിരിക്കും. മകരവിളക്കിന്റെ തത്സമയ സംപ്രേക്ഷണം ദൂരദർശനിലും 5 മണിക്ക് ആരംഭിക്കും. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ 56 ദിവസം നീണ്ട മുറജപത്തിന് സമാപനം കുറിച്ചുള്ള ലക്ഷദീപം ഇന്ന്. നവംബർ 20-ന് ആരംഭിച്ച മുറജപ ചടങ്ങുകൾക്ക് ഒടുവിലാണ് ലക്ഷദീപം തെളിയിക്കുന്നത്. ലക്ഷദീപത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ കിഴക്കേക്കോട്ട, അട്ടക്കുളങ്ങര, ശ്രീകണ്ഠേശ്വരം, വാഴപ്പള്ളി, വെട്ടിമുറിച്ചകോട്ട എന്നിവിടങ്ങളിൽ നിയന്ത്രണങ്ങളുണ്ടാകും. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്നവർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കേണ്ടതാണ്. ലൈംഗിക പീഡന കേസിൽ SIT കസ്റ്റഡിയിൽ വാങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുമായി അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തി. പുലർച്ചെ 5:30 തിരുവല്ലയിലെ സ്വകാര്യ ഹോട്ടലിൽ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. രാഹുലിന്റെ ജാമ്യാപേക്ഷ വെള്ളിയാഴ്ച തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കും. തൈപ്പൊങ്കൽ പ്രമാണിച്ച് കേരളത്തിലെ 6 അതിർത്തി ജില്ലകൾക്ക് നാളെ പ്രാദേശിക അവധി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, പാലക്കാട്, ഇടുക്കി, വയനാട് ജില്ലകൾക്കാണ് അവധി. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക കലണ്ടർ പ്രകാരമുള്ള അവധിയാണിത്. കൊല്ലം ആയൂർ തോട്ടത്തറ മുട്ടക്കോഴി ഹാച്ചറിയിൽ H9N2 പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി കോഴികൾ കൂട്ടത്തോടെ ചത്തതിനെ തുടർന്ന് ഭോപ്പാലിലെ ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. മലയാള ചലച്ചിത്രങ്ങൾക്കുള്ള 2025-ലെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിന് ചലച്ചിത്ര അക്കാദമി എൻട്രികൾ ക്ഷണിച്ചു. 2025 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ സെൻസർ ചെയ്ത കഥാചിത്രങ്ങൾ, കുട്ടികൾക്കുള്ള ചിത്രങ്ങൾ, 2025-ൽ പ്രസാധനം ചെയ്ത ചലച്ചിത്ര സംബന്ധിയായ പുസ്തകങ്ങൾ, ആനുകാലികങ്ങളിൽ പ്രസിദ്ധീകരിച്ച ചലച്ചിത്ര സംബന്ധിയായ ലേഖനങ്ങൾ എന്നിവയാണ് അവാർഡിന് പരിഗണിക്കുക. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30-ന്.